ചെറുക്കതാ മുന്നിൽ നിന്നാണ്ട് വായിൽ ഇങ്ങനെ ഇതാക്കണം. ഞങ്ങള് ഇപ്പൊ ഇവിടെ നിൽക്കണത് അങ്ങോട്ട് കേറാൻ നോക്കണോ? രണ്ടാളും മാത്രമാണ് ഹൊറർ ഹൗസ് കയറുന്നത്. നമ്മളാരും പേടിച്ചിട്ട് കയറുന്നില്ല. ഇവിടേക്ക് പോന്നപ്പോ തന്നെ ഭയങ്കര വാശിയാണ് കേട്ടോ ഹൊറർ ഹൗസ് കയറണമെന്ന്. രണ്ട് പ്രേതങ്ങളതായിരുന്നു ഇറങ്ങിയാണ്ട്. മിന്നാ മിനുങ്ങേ തിരഞ്ഞു അജിമോളെ ഇറങ്ങിട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഓള് പറഞ്ഞത്. കല്ലറിന്റെ ഉള്ളിൽ നാളെ ഇറങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ഓള്? കണ്ടോ ഉള്ളിന്ന് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഓളെ രണ്ടാളും ഒച്ചപ്പാടൊന്നും കേൾക്കാനില്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എടി കുഞ്ഞിച്ചേർക്ക് വണ്ടി കൈയാട്ടുണ്ടതാ. വണ്ടി കൈയാട്ടേ. ഹലോ ഗൈസ്, നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാട്ടോ. മോൾ ഇവിടെ റെഡിയാണ്. വണ്ടിയൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ബസ്സിനാണ് പോണത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ടോ. അപ്പോൾ ശിനുവിനെയും അവളെ മല നമ്മൾ കാത്തിക്കണം. ചെറിയൊരു ട്രിപ്പ് കേട്ടോ. ശനു എനിക്കെന്ത് പറയാനാണ്? ഇനും കുഞ്ഞാമി ഇങ്ങോട്ട് ഇറങ്ങിയില്ല ഗൈസ്. ഒരു ക്യാരി ബാഗ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓലുണ്ടാളും ഓലെല്ലാവരും ആ വണ്ടിയിൽ. രണ്ട് വണ്ടിയിലേക്കാണ് പോകണം. ശരിയാ പൈസ എടുക്കാൻ വന്നിക്കാണ്. ചെറിയൊരു ട്രിപ്പ്. ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരും. അതിനൊരു ചെറിയ ട്രിപ്പ്. പൈസ എടുക്കാതെ അവിടെ കൊണ്ടുപോകണം. ചെടികളുണ്ട്. ചെറുക്കൻ മുന്നിൽ ഓട്ടോറിക്ഷ പോയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വേക്കിലാണ്. അപ്പോൾ ഇവിടെ പൈസ എടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോവാന്. ഓക്കെ, ഓല് വേറെ വണ്ടിയിലാണ്. ഞങ്ങള് വേറെ വണ്ടിയിലും ഓല് വേറെ വണ്ടിയിലും. ഒരു വലിയ ഹാപ്പ ഓട്ടോറിക്ഷയിലാണ്, ഞങ്ങള് ചെറിയ ഓട്ടോറിക്ഷയിലാണ്. അതായത് പൈസ കിട്ടുന്നത് നമ്മളോട് വേഗം പോവാം. ഹലോ ഷിക്കിനി, നമ്മളെവിടക്ക വന്നിട്ടുണ്ട്? മുട്ടായിയോ? അല്ല അവിടെ കുറഞ്ഞു ഗൈസ്. നമ്മളെവിടക്ക പോകുന്നത്? ഊട്ടി. പറയാ എവിടെ പോകുന്നത്? ഊട്ടിയോ? ഷിക്കിനി കിട്ടന്നോ? ഒപ്പിട്ടെന്നോ? അത് കിട്ടിയോ? മുട്ടായി തക്കണോ? തന്നെ മുട്ടായി. ഞങ്ങള് ഇപ്പൊ ഇവിടെ നിൽക്കണത് കുന്നമ്മ ബസ് സ്റ്റാൻഡിലാണ് ഗൈസ് നിൽക്കുന്നത്. ടോയ്ലറ്റിന്റെ അടുത്താണ് ഗൈസ്. ഭയങ്കര സ്മെല്ലുണ്ട്. നമ്മളെ ബസ് എത്തിക്കണേ. ബസ് ഇപ്പോൾ വന്നാൽ പോയി തിരക്കിനും. അപ്പോൾ നമുക്ക് തിരക്കില്ലാത്തൊരു കൊണ്ടോട്ടി ബസ്സിൽ നമ്മൾ കയറി പോകും. ഭയങ്കര സ്മെല്ലേ. ബസ് കയറിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാപ്പിയതാ നോക്കുന്നു. ഓക്കെടി, കുഞ്ഞാമയുണ്ട്, സനുണ്ട്. തിരക്കില്ലാത്തൊരു കൊണ്ടോട്ടി ബസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറാൻ വേണ്ടി പോവാം കേട്ടോ. ചെറുക്കതാ മുന്നിൽ നിന്നാണ്ട് വായിൽ ഇങ്ങനെ ഇതാക്കണം. ആ വെടി ഇതെന്താ ചുങ്കോ? ഇനിയൂട്ടി പോയി. എന്താ ഗൈസ്, ഞങ്ങള് ഇവിടുന്ന് പോവാൻ വണ്ടി തപ്പി നടക്കണേ. ഞങ്ങള് ബസ് ഇറങ്ങി. വണ്ടി വിളിച്ചോട്ടല്ലേ. ഞങ്ങൾ ഇവിടെ എത്തിക്കണോ? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? തണുത്ത നല്ല തണുപ്പുണ്ട് ഇവിടെ. ബാക്കിയുള്ള ഫുള്ള് എത്തിയിട്ടൊന്നുമില്ല. അതാ വേണ്ടത്. നമ്മള് ഫുള്ളൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഇനി കുറച്ചും കൂടി കുഞ്ഞാമയും അമ്മമ്മയൊക്കെ വരാണ്ട്. രണ്ട് വണ്ടി ഇവിടെ എത്തി. ഒരു വണ്ടി കൂടി രണ്ട് വണ്ടി എത്തി. ഒരു വണ്ടി കൂടി എത്താണ്ട് ഇവിടെ ആൾക്കാരെത്തിട്ടോ. അല്ലാ എവിടെയായിനോ മക്കളെ? അപ്പൊ നമ്മൾ ആദിക്കുട്ടനെ ക്യാരി ബാഗിലേക്ക് ആക്കി ഞങ്ങള് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കടക്കണം കേട്ടോ. ഹൊററിൽ കയറും. അപ്പൊ ഞങ്ങൾ നല്ല ഹൊററാണ്. ഇപ്പൊ എല്ലാരും ഉണ്ട്, ഫാമിലി എല്ലാരും ഉണ്ട് ഗൈസ്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടി പോവാണേ. റോട്ട് ആദ്യം ഹാജരായിക്കോട്ടോ.
ആരത്? അല്ലാ തന്നെയാണ് ഏറ്റങ്ങൾ ഇങ്ങനെ. ഞങ്ങൾ പാർക്ക് കയറിക്കണു, ബലൂൺ പാർക്ക്. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇല്ല ഗൈസ്, തള്ളകളൊക്കെ വെട്ടി കളഞ്ഞു. തള്ള വൈബാണ് ഇവിടെ. എന്തായാലും കുട്ടികളൊക്കെ ഇവിടെ ആദ്യം ഇതാ അങ്ങോട്ട് കയറാൻ നോക്കണോ. അങ്ങോട്ട് നോക്കണോക്കിയത് എല്ലാത്തിലും കേറോ. എന്താണ് ചെറുക്ക ഇങ്ങനെ ആയാല്? ഇങ്ങനെ ആയാൽ ശരിയാവോ? ഞങ്ങൾ ഹൊറർ ഹൗസ് കയറാൻ പോവാണ്. ഞാനല്ലോ ഈ 2 സാധനങ്ങൾ ഹൊറർ ഹൗസ് കയറാൻ വേണ്ടി പോവാണ്. എത്രയാണെന്ന് അറിയില്ല, പോയേക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയേക്കാം കേട്ടോ. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് അറിയില്ല. പേടിച്ച് അവിടെ ഇട്ട് തല്ലിക്കൊണ്ടിട്ടോളെ. ഇപ്പൊ ഞങ്ങൾ ഇനി അനിയാ എങ്ങണ്ടാ പോണേ? എങ്ങനുണ്ട്? ഇവിടെ പാനിപൂരി ഒക്കെ ഉണ്ട് കേട്ടോ. പാനിപൂരി ഹൊറർ ഹൗസിലാണ്. മേലെയാണ് സംഭവം. 3D. 2 മാത്രമാണ് ഹൊറർ ഹൗസ് കയറുന്നത്. നമ്മളാരും പേടിച്ചിട്ട് കയറുന്നില്ല. ഇവൾക്ക് പോന്നപ്പോ തന്നെ ഭയങ്കര വാശിയാണ് കേട്ടോ ഹൊറർ ഹൗസ് കയറണമെന്ന്. ധൈര്യശാലിയാണെന്നാണ് ഓള് പറയുന്നത്. അപ്പൊ എന്തായാലും നോക്കി വെക്കാം അല്ലെ, ധൈര്യശാലിയാണോ എന്താണ്. ഡീലല്ലേ? പേടിച്ചോ? ഇല്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. മേലെയാണ്. ഞങ്ങളുടെ കൂട്ടത്തില് 2 ആൾക്കാർ ധൈര്യമുള്ള ആൾക്കാരാണ്. ഓൾ 2 ആളാണ് ഇപ്പൊ ഹൊറർ ഹൗസ് കയറാൻ വേണ്ടി പോയത്. വരുമ്പോ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കേട്ടോ. അജ്മൽക്ക് പേടില്ലാന്നാണ് അജ്മൽ പറഞ്ഞത്. കയറി കഴിഞ്ഞോ? കണ്ടോ ഉള്ളിന്ന് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഓളെ 2 ആളെ ഒച്ചപ്പാടൊന്നും കേൾക്കാനില്ല. പക്ഷേ കേട്ടിട്ട് നമുക്ക് തന്നെ ടെൻഷൻ ആവുന്നുണ്ട്, പേടിയാവുന്നുണ്ട് കേട്ടോ. കുട്ടീനായിട്ടാ പോയിക്കണത്. പക്ഷെ കുട്ടികളെ ഓളെ നിർബന്ധപ്രകാരം കയറ്റിയതാണ് ഞങ്ങള്. അല്ലാതെ നിർബന്ധിച്ച് കയറ്റിയ കയറിയതാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. 2 പ്രേതങ്ങളതായിരുന്നു ഇറങ്ങിയാണ്ട്. മിന്നാ മീനുങ്ങേ തിരഞ്ഞു അതുമോളെ ഇറങ്ങിട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഓള് പറഞ്ഞത്. കല്ലറിന്റെ ഉള്ളിൽ നാളെ ഇറങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ചോള് ഓള് കരഞ്ഞു എന്നാണ് ഓള് പറഞ്ഞത്. പക്ഷെ ഓൾ ഇന്നോട് പറഞ്ഞ ഞാൻ കരഞ്ഞിട്ടില്ല. ഓളെ പേടി മാറ്റാൻ ഞാൻ 3D കാണിച്ചണം എന്നാണ് ഓള് പറയേണ്ടത്. ഇതുപോലെയല്ലേ നമ്മളെ മനത് അവിടെ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ വിചാരിച്ച എന്താ അതെന്ന്. ഇവിടെ പുതിയ വന്നാട്ടോ. ഞാൻ ഒരു ചെങ്ങായി ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് കരുതിയത്. മോളെ ടൊമാറ്റോന്റെ ആർപ്പും വിളികളാണ് ഇവിടെ ഗൈസ്. കണ്ടോ നല്ല കണ്ടോ? ശരി, എനിക്ക് എന്താ പറയാനുള്ളേ ഗൈസ്? നമ്മള് വന്ന് അടിച്ചു പൊളിച്ചു ഇനി തിരിച്ചു പോവാണ്. കണ്ട ഗൈസ് അവിടെ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. സങ്കടഭാവം ഗൈസ്. ഞങ്ങള് എവിടെ തിരുവാൻ പണം ഭയങ്കരമാണ്.
വാങ്ങിത്തരാം ഉണ്ടല്ലേ. അപ്പൊ ഞങ്ങള് അറേങ്ങലാണ് ഗൈസ് നിൽക്കുന്നത്. ബസ് കാത്തിക്കാണ്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല സെറ്റ് ആയിരുന്നു. ഫാമിലി ഇതാ പറയും ഫുള്ളാണ്. ഞങ്ങളിപ്പോ കോട്ടപ്പടി എത്താനേ ഗൈസ്. ഞാൻ സിനിമ ഇവിടെ ഉണ്ട്. ഇതവിടെ ലേറ്റ് ആയിരുന്നു പറയും. ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഗൈസ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിന്ന് ക്ഷീണിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. കുഞ്ഞിക്കൈ അതാ കാണുന്നു. ചെക്കൻ്റെ കുഞ്ഞിച്ചെറുക്കൻ്റെ. എടി കുഞ്ഞിച്ചെറുക്ക് വണ്ടി കൈയാട്ടുന്നതാ. വണ്ടി കൈയാട്ടേ. വണ്ടി വിളിക്കാണ് ഗൈസ്. വണ്ടി കിട്ടാം. ഇവിടുന്ന് വണ്ടി കിട്ടിയിട്ട് വേണം പോവാൻ. അതിനിതാ പരക്കം പോയണു വണ്ടിക്കല്ലേ പാവടി. ആവോ ടേബിളിൽ കയറി കിടന്നുറങ്ങണോടാ. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങള് വീട്ടിലൊക്കെ എത്തി സെറ്റ് ആയിക്കോളും. അപ്പൊ ഞങ്ങള് ഞാൻ തറവാട്ട് പോയി എന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തോടുന്നു. ഇന്നിപ്പോ കുഞ്ഞാമാടെ ഉണ്ടോ ഞാൻ നിക്കണേ. അപ്പൊ ഞങ്ങൾ പോയി വന്നു. ഓരോരുത്തര് ഉറങ്ങാൻ തുടങ്ങി. ചില ആൾക്കാർ അവിടെ എന്താണ് അജിമോളെ എന്റെ വർത്താനം. മേക്കപ്പ് ഒക്കെ ഊരി ഒക്കെ വന്നു കൊയങ്ങിയോള്. അപ്പൊ നമ്മള് വീട്ടില് സേഫായി എത്തിക്കണു. അപ്പൊ വീഡിയോ ഇഷ്ടമായാല് ഉറക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു 11:15 വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം അതായത് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.